അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അങ്ങനെ വീണ്ടും ഒരു പുണ്യമാസം വന്നെത്തിയിരിക്കുകയാണ് റമദാൻ. സാധാരണ ഒരു ആത്മീയ സംസ്കരണത്തിൻ്റെ മാസമായിട്ട് പറയപ്പെടുന്ന ഒരു മാസമാണ്. ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി പ്രതിഫലം പ്രതീക്ഷിച്ച് അത് നേടിയെടുക്കുന്നവരുണ്ട്. അത് കൃത്യമായ രീതിയിൽ അത് പ്രതിഫലം ഉദ്ദേശിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ പറയുകയാണെങ്കിലും എല്ലാ സമൂഹത്തിലും നമുക്ക് ഖുർആൻ്റെ നോമ്പിൻ്റെ സൂക്തം തുടങ്ങുന്നത് തന്നെ, ആ അധ്യാപനം തുടങ്ങുന്നത് തന്നെ നമ്മുടെ നോമ്പ് മുൻകാലങ്ങളിലും മുൻ സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായിട്ടാണ്. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ പറയുമ്പം ഓരോ സമൂഹത്തിലും, വിശ്വാസി സമൂഹത്തിലും വിശ്വാസമില്ലാത്തവരുടെ ഇടയ്ക്ക് ഈ നോമ്പും വ്രതവും ഉപവാസമൊക്കെ ഉണ്ട്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ആരോഗ്യത്തിന് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആരോഗ്യം ലഭിക്കാൻ വേണ്ടി ആളുകൾ നോമ്പിലേക്ക് പോകാറുണ്ട്, വ്രതത്തിലേക്ക് പോകാറുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമായൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പം നോമ്പ് അല്ലെങ്കിൽ റമദാൻ വ്രതം അതെടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി വെച്ച് രോഗമുള്ളവർക്കും രോഗമില്ലാത്തവർക്കും നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇതിനെങ്ങനെ തയ്യാറെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആരോഗ്യപരമായൊരു ചിന്തയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ചർച്ചയിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ട് നല്ല മികച്ച പാനലിസ്റ്റുകളാണ്. ഒന്ന് ഡോക്ടർ ബാസിമ, ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ്. രണ്ട് ഡോക്ടർ നദീം റഹ്മാൻ, ആസ്റ്റർ മിംസ് കാലിക്കറ്റിലെ ജനറൽ മെഡിസിൻ സീനിയർ സ്പെഷ്യലിസ്റ്റാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരസ്പരം ഒന്ന് സംസാരിക്കാം, ആളുകൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അത് ഞാൻ ഡോക്ടർ ബാസിമയിലേക്ക് വരാം. സാധാരണ ഗർഭിണി എന്ന് പറയുന്ന രണ്ട് കുടുംബത്തിൻ്റെ കുറേ ആൾക്കാരുടെ അഭ്യുദയകാംക്ഷികളുടെ ഒക്കെ ഒരു പ്രതീക്ഷാ കഥാപാത്രമായിരിക്കുമല്ലോ. നാട്ടിൽ ഗർഭകാലം തുടങ്ങുമ്പോൾ തന്നെ അവർ പുറത്തു പോകരുത്, നോക്കരുത്, പൈനാപ്പിൾ തിന്നരുത്, ഉപ്പായ തിന്നരുത് പറഞ്ഞ ആളുകൾ ഇങ്ങനെ സമ്മർദ്ദ, ആശങ്ക, ആകുലതകൾ ഉണ്ടാക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഗർഭിണികൾ നോമ്പ് കാലമാകുമ്പോൾ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം അതിന് ഇളവുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ നോമ്പ് കാലം എപ്പോഴും ഒരു സംശയത്തിൻ്റെ കാലമാണ്. നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളുടെ ഒപ്പിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 40 ആഴ്ചത്തെ ഗർഭകാലത്ത് ഏത് സമയത്ത് അല്ലെ ഏത് ആൾക്കാർക്ക് ഏത് രീതിയിലുള്ള ഗർഭിണികൾക്കൊക്കെ നോമ്പെടുക്കാം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ചർച്ചയാവാൻ തോന്നുന്നു. സാധാരണഗതിയിൽ എല്ലാ ഗർഭിണികളും നോമ്പിൻ്റെ തൊട്ട് മുമ്പത്തെ മാസം ക്ലിനിക്കിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്, നോമ്പെടുക്കാൻ പറ്റുമോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് യെസ് ഓർ നോ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പല ഗർഭിണികൾക്കും പല രീതിയിലാണ് അവരുടെ ഗർഭം അവരെ ബാധിക്കുന്നുണ്ടാവുക. ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ഗർഭിണിയാണെന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് അവരുടെ ഗർഭകാലം പോകും. അതേസമയം ചില ആളുകൾക്ക് ഗർഭകാലത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഛർദിയും ഗ്യാസ്ട്രൈറ്റിസും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഗർഭിണികളുണ്ടാവും. അപ്പോൾ അവർക്ക് അതിൽ നമുക്കറിയാം, എല്ലാ ആളുകളെപ്പോലെ സാധാരണ ആളുകളെപ്പോലെ ഭക്ഷണം കഴിക്കാൻ, നോമ്പ് തുറന്ന വെള്ളം കുടിക്കാനോ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഗർഭിണികൾക്ക് നോമ്പ് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. അതേസമയം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് ഛർദിയുള്ള ആളുകൾ, അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഗർഭിണികൾ, അങ്ങനത്തെ ആളുകൾക്ക് നോമ്പിൽ നിന്ന് ഇളവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഗർഭിണികൾക്ക് നോമ്പിന് ഇളവ് നൽകിയതും. അപ്പോൾ നമുക്കറിയാം, ഗർഭകാലം നമുക്ക് 3 തിരിക്കാം. അതിൽ ആദ്യത്തെ 14 ആഴ്ച, 14 മുതൽ 28 ആഴ്ച, 28 മുതൽ 40 ആഴ്ച. അതിൽ ആദ്യത്തെ 14 ആഴ്ചയിൽ ആണ് സാധാരണ എല്ലാ ഗർഭിണികൾക്കും കുറച്ചധികം ഛർദി, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ അണുബാധ ഉണ്ടാവുക, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുക, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക ഒക്കെ ഉണ്ടാകും. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളുള്ള ഗർഭിണികൾക്ക് നോമ്പ് ഒഴിവാക്കാം. അതേസമയം യാതൊരു പ്രയാസവും ഇല്ലാത്ത സാധാരണ ആളുകളെ പോലെ നോമ്പ് തുറന്ന ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്ന ആളുകളുണ്ടാവും. അവർക്ക് നോമ്പ് എടുക്കുന്നതുകൊണ്ട് ഗർഭിണികൾക്ക് അതൊരിക്കലും ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നില്ല. അതേസമയം നമുക്കറിയാം, നമ്മളുടെ നാട്ടിൽ ചില ആളുകൾ നോമ്പെടുക്കുകയേ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, മുതിർന്ന ആളുകളൊക്കെ. അതേസമയം ചില ഗർഭിണികൾ എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും നോമ്പെടുക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു അതിൻ്റെ മിഡിൽ ഒരു മധ്യമ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ 14 മുതൽ 28 ആഴ്ച വരെയുള്ള കാലം, ആ ഒരു കാലത്താണ് എപ്പോഴും നോമ്പെടുക്കാൻ ഏറ്റവും സേഫായിട്ടുള്ള ഒരു കാലം ഗർഭിണികൾക്ക്. ആ ഒരു സമയത്ത് ചില പഠനങ്ങളൊക്കെ
ഗർഭാവസ്ഥയിലുണ്ടാവുന്ന ഷുഗറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നോമ്പ് സഹായിക്കും എന്ന് പഠനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ചില ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിലുണ്ടാവുന്ന ഷുഗർ ഉണ്ടാവുന്ന ആളുകളുണ്ടാവും. അതുപോലെ പ്രഷർ, വളർച്ചക്കുറവ്, ഇതൊക്കെ ഉള്ള ആളുകൾ എപ്പോഴും നോമ്പ് ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ഗർഭിണികളിൽ ഉണ്ടാവുന്ന ഷുഗറിനും തന്നെ നമ്മൾ അല്ലാതെ ഷുഗറുള്ള ആളുകൾക്ക് പോലെ തന്നെ അവരുടെ ഭക്ഷണക്രമ രീതി കുറച്ചും കൂടെ വ്യത്യാസം. അതായത് ഇടയ്ക്കിടയ്ക്ക് സ്മോൾ സ്നാക്സും മീൽസും ആണ് എടുക്കേണ്ടത്. ആ സ്മോൾ സ്നാക്സ് ആൻഡ് മീൽസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ട് എടുക്കുകയും ഇൻസുലിൻ എടുക്കേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് ഗുളികകൾ കഴിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഗർഭിണികൾ ഗർഭകാലത്ത് നോമ്പ് ഒഴിവാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതേസമയം ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക്, ഗർഭിണികൾക്ക് 14 മുതൽ 28 ആഴ്ചയിൽ വളരെ സേഫായിട്ട് നോമ്പെടുക്കാം. പിന്നെ 28 ആഴ്ച മുതൽ 40 ആഴ്ച വരെയുള്ള കാലം, ആ ഒരു കാലത്താണ് ഗർഭാവസ്ഥയിൽ ചില ആളുകൾക്ക് പ്രഷർ, ഷുഗർ, അതുപോലെ തന്നെ വളർച്ചക്കുറവ്, വെള്ളക്കുറവൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ ആളുകൾ നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതൊന്നും ഇല്ലാത്ത, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഗർഭിണികൾക്ക് ആ കാലത്തും നോമ്പെടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ നോമ്പെടുക്കുമ്പോൾ ഗർഭിണികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് ഒന്നിച്ച് പല ഭക്ഷണങ്ങളും ഒന്നിച്ച് വയറ് നിറച്ച് കഴിക്കരുത്. ആ സമയത്ത് ഒരു ചെറിയ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡേറ്റ്സോ ഒക്കെ വെച്ച് നോമ്പ് തുറക്കുകയും പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മെയിനായിട്ട് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുകയും പിന്നെ രാത്രി കിടക്കുമ്പോഴും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക, ഫ്രൂട്ട്സോ, അങ്ങനെ വെള്ളവും ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗർഭിണികൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അവരുടെ നോമ്പുകാലം കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഈ അവസാന മാസങ്ങളിൽ നോമ്പെടുക്കുന്ന ഗർഭിണികൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ അനക്കക്കുറവോ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇന്ന് നോമ്പെടുത്തില്ല, അതങ്ങ് മുഴുവനാക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അനക്കക്കുറവോ വേറെ ബുദ്ധിമുട്ടുകളോ കാണുമ്പോൾ ഉടനെ തന്നെ എന്തെങ്കിലും മധുരമുള്ള എടുത്ത് കഴിച്ച് നോമ്പ് മുറിക്കുകയും ഡോക്ടറെ കാണുകയും ചെയ്യണം. പലപ്പോഴും നോമ്പ് തുറന്നിട്ട് പോവാം എന്നുള്ള രീതിയിൽ മാറ്റി വെക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപദേശിക്കുന്ന ഫുഡുകൾ, പ്രത്യേകിച്ച് പഴം, പച്ചക്കറി, ഇലക്കറികളൊക്കെ ആ സമയത്ത് കൃത്യമായി കഴിക്കുകയും വേണം എന്നർത്ഥം. അതാണ് പലപ്പോഴും നമ്മൾ ഈ നോമ്പിൻ്റെ ഒരു വേറെ പ്രശ്നം, കുറേ പൊരിച്ച ഭക്ഷണങ്ങൾ, സ്നാക്സ്, ഇതൊക്കെ കഴിക്കുമ്പോൾ സാധാരണ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഈ ഗ്യാസ്ട്രൈറ്റിസും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലുണ്ടാവും. അതിലൊരിക്കലും ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഗർഭിണികളാണെങ്കിലും അവരെ ഒഴിവാക്കുന്നതാണ് നല്ലത് നോമ്പ് തുറക്കുമ്പോൾ. അതുപോലെ തന്നെ ഡോക്ടർ നദിയും, നമുക്ക് ഇപ്പം പുതിയ കണക്ക് പ്രകാരം നമ്മൾ ഒരു ഡയബറ്റിസ് ക്യാപിറ്റൽ, ജീവിതശൈലി ക്യാപിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു പ്രമേഹ രോഗി, ഒരു വീട്ടിലൊരു ജീവിതശൈലി രോഗി എന്നുള്ളൊരു സ്റ്റൈലിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 30-40% ആളുകൾ, പുതിയ നമ്മൾ ലേറ്റസ്റ്റായി നോക്കുന്ന എല്ലാ സെൻസസിലും 30-40% ആളുകൾ ജീവിതശൈലി രോഗത്തിന് അടിമപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മളെ റോഡ് സൈഡുകളൊക്കെ അതിന് പാകപ്പെടുന്ന രീതിയിൽ റെസ്റ്റോറൻറ്റുകളും സാധനങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട് തന്നെ. അപ്പോൾ അത്തരം ആളുകളിൽ നമ്മൾ പലതരം ഡയബറ്റീസിൻ്റെ പലതരം ലെവൽ, അല്ലെ പ്രഷറിൻ്റെ പലതരം ലെവൽ ആളുകളുണ്ട്. വ്യക്തിഗതമായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോരോ ശൈലിയായിരിക്കും, അവരുടെ ശരീരപ്രകൃതം അനുസരിച്ചൊക്കെ. അപ്പം അത്തരം ആളുകളിൽ നമുക്ക് എന്താണ് ഒരു ഉപദേശം നൽകാൻ പറ്റുക? ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരിക്കലും ഒരു നോമ്പിനൊരു കോൺട്രാ ഇൻഡിക്കേഷൻ അല്ല, അതായത് നോമ്പ് എടുക്കരുത് എന്നുള്ള സാഹചര്യമല്ല. ഈ ജീവിതശൈലി രോഗമുള്ള ആളുകൾ ഒരു നിശ്ചിത ഇടവേളയിൽ ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. മേ ബി 2 മാസം 3 മാസം കൂടുമ്പോൾ അവരുടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അവർ ഡോക്ടറെ കാണിക്കാറുണ്ടാവും. ഇങ്ങനത്തെ ആളുകൾ അധികം ചെയ്യേണ്ടത് നോമ്പിന് തൊട്ട് മുന്നൊരു വിസിറ്റ് നിർബന്ധമായിട്ടും നടത്തിയിട്ട് അവർ മെഡിസിനുകൾ മാറ്റം വരുത്തണം. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഡോക്ടറെ അടുത്ത് പോയി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ കുറച്ചൊരു സജഷൻസ് പറയുന്നുണ്ടെങ്കിലും രോഗി ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഡോക്ടറെ അടുത്ത് പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാലും നമ്മുടെ രോഗിയുടെ അറിവിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രമേഹം തന്നെയാണ്. കാരണം അത് ഭക്ഷണമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് നമ്മൾ രാവിലെ കഴിച്ച ഭക്ഷണം കുറച്ച് അടുത്ത 1-2 മണിക്കൂറിൽ ഷുഗർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡേ ടു ഡേ മീലായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനമാണ് പ്രമേഹം. പ്രമേഹത്തിൽ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന സാഹചര്യമാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ്റ്. അത് നമ്മളത്ര തള്ളിക്കളയാവുന്നൊരു കാര്യമില്ല അത്. കാരണം അത് ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം ഈ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായിട്ട്. അതിൻ്റെ സിംറ്റംസ് എല്ലാവരും അറിഞ്ഞിരിക്കണം നോമ്പുകാലത്ത് പ്രമേഹ രോഗികൾ. അതായത് കൈകാല് വിറയൽ, വേർക്കുക, നെഞ്ചിടിപ്പ് കൂടുക, ഒരു വെപ്രാളം പോലെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഷുഗർ നോക്കണം. എന്നിട്ട് ഗൈഡ് ലൈൻ അനുസരിച്ച് നമുക്ക് 70 താഴെയാണെങ്കിൽ, നമ്മൾ നോക്കുന്ന ഷുഗർ 70 താഴെയാണെങ്കിൽ നിർബന്ധമായിട്ടും നോമ്പ് മുറിക്കേണ്ടതുണ്ട്. അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാക്കാം. അതുപോലെ തന്നെ 300 മുകളിലാണെങ്കിലും
നോമ്പ് മുറിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യാം, എന്നാൽ പോലും ഷുഗർ കുറഞ്ഞു പോകുന്നതിൻ്റെ അത്ര റിസ്ക് ഷുഗർ കൂടുമ്പോൾ വരാറില്ല. പ്രമേഹ രോഗികളിൽ നമ്മൾ ഒന്ന് പറഞ്ഞ പോലെ ഷുഗർ കുറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. അതിന് നമ്മൾ കുറച്ചൊരു മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ടൈപ്പ് 1 എൻറ്റയർലി വേറെ സംഭവമാണ്. അത് നമ്മളിവിടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നേ അല്ല. അപ്പോൾ അത് ഉള്ളവർ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. പ്രമേഹത്തിന് നമ്മൾ ഗുളികകളും ഇൻസുലിനും എടുക്കാറുണ്ട്. പ്രമേഹത്തിന് ഒരുപാട് ടൈപ്പ് മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ അപ്പോൾ അടുത്തിടെ പുതിയ മരുന്നുകളൊക്കെ നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ റിസ്ക് കുറവുള്ള മരുന്നുകൾ, അതായത് ഷുഗർ നോർമലിൽ എത്തിക്കുമെങ്കിൽ പോലും അതിൻ്റെ താഴോട്ട് കൊണ്ടുപോകില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മെറ്റ്ഫോർമിൻ, ഗ്ലിപ്റ്റിൻ വെച്ച് അവസാനിക്കുന്ന മരുന്നുകൾ, ഇതൊന്നും ഷുഗർ താഴേക്ക് കൊണ്ടുപോകില്ല. അപ്പോൾ അത് നോമ്പിന് വളരെ സേഫാണ്. രാവിലെ എടുക്കുന്ന ആളുകൾ 2 നേരം മെറ്റ്ഫോർമിൻ, ഈ ഗ്ലിപ്റ്റിൻ, കുറേ ഗ്ലിപ്റ്റിനുകളുണ്ട്, ഈ ഗണത്തിൽപ്പെടുന്ന മരുന്നുകളാണെങ്കിൽ വളരെ സേഫാണ്. അങ്ങനത്തെ ആളുകൾക്ക് നോമ്പ് ഒരുപക്ഷെ അതേ ഡോസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കാവുന്ന ഒരു മരുന്നിൻ്റെ ഗ്രൂപ്പാണ് സൾഫനൈലൂറിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതായത് ഗ്ലാ വെച്ച് തുടങ്ങുന്ന മരുന്നുകൾ, ഗ്ലിമിപ്പറൈഡ്, ഗ്ലിക്ലസൈഡ്, ഗ്ലിപ്പിസൈഡ്, ഗ്ലൈബൻ ക്ലമൈഡ്, ഈ മരുന്നുകളൊക്കെ ഷുഗർ നോർമലിൽ നിന്നും താഴേക്ക് കൊണ്ടുപോകും, ഒരുപാട് താഴേക്ക് കൊണ്ടുപോകും. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ രാവിലെ കഴിച്ച മരുന്നിൻ്റെ ഫലം വൈകുന്നേരം വരെ നിലനിൽക്കാനും സാധ്യതയുണ്ട്. അതാകുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഷുഗർ പറ്റ ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. ഈ മരുന്നുകൾ നമ്മൾ ഡോസ് ഒന്നുകിൽ കുറക്കുകയോ അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് ആക്കുകയോ ചെയ്യേണ്ടതുണ്ട്. കാരണം നോമ്പ് സമയത്ത് നമ്മൾ പകൽ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പം നമ്മൾ സാധാരണ ഒരാൾ ഒരു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, 10 മണിയാകുമ്പോൾ ചിലപ്പോൾ സ്നാക്ക് കഴിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ പ്രമേഹ രോഗികളിൽ നമ്മൾ ചെറിയ ചെറിയ സ്പ്ലിറ്റായിട്ട് സ്നാക്ക് കഴിക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സമയം കഴിക്കരുത്, അതാണ് ബേസിക് കോൺസെപ്റ്റ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകൽ സമയത്തൊരു 3-4 ടൈം ഫുഡ് കഴിക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷേ നോമ്പിൻ്റെ സമയത്ത് എല്ലാം മാറിയിട്ട് അത് വൈകുന്നേരത്തേക്ക് മാറും. നോമ്പ് തുറക്കുമ്പോൾ ഒന്ന് കഴിക്കും, നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടൊരു മേജർ മീൽ കഴിക്കും, കിടക്കുന്നതിന് മുന്നേ ഒന്ന് കഴിക്കും, പിന്നെ രാവിലെ അത്താഴത്തിനേറ്റ് ഒന്നുകൂടെ കഴിക്കും. അപ്പോൾ ഈ ഒരു സൈക്കിൾ വൈകുന്നേരത്തേക്കാണ് നമ്മൾ സൈക്കിൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മേജർ ആയിട്ടുള്ള ടാബ്ലറ്റുകളും ഇൻസുലിനും വൈകുന്നേരത്തേക്കാണ് എടുക്കേണ്ടത്. നമ്മൾ രാവിലെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിക്കുന്ന എല്ലാ ടാബ്ലറ്റ്സും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റും, ചില പേഷ്യൻസ് നോമ്പിന് മുന്നേ ചോദിക്കാറുണ്ട്, ഞാൻ രാവിലെ എടുക്കുന്ന ഗുളിക എപ്പോഴാണ് കഴിക്കേണ്ടത്. രാവിലെ എടുക്കുന്ന എല്ലാ മരുന്നുകളും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് പ്രമേഹത്തിലല്ല, സാധാരണ എടുക്കുന്ന മരുന്നുകൾ സജസ്റ്റ് ചെയ്യുന്നത് അത്താഴത്തിൻ്റെ മുന്നേ ശേഷമായിട്ട് എടുക്കാം. രാത്രിയുള്ളത് നോമ്പ് തുറന്ന ഉടനെ അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് എടുക്കാം. അതാണ് ബേസിക് മെഡിസിൻ അഡ്ജസ്റ്റ്മെൻറ്റ്. പ്രമേഹ രോഗത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൾഫനൈലൂറിയ കുറയ്ക്കുക, അല്ലെങ്കിൽ അത് വൈകുന്നേരത്തേക്ക് ആക്കുക. അതുപോലെ തന്നെ ഇൻസുലിൻ തന്നെ പലതരമുണ്ട്. ഇൻസുലിൻ നമ്മൾ ഭക്ഷണത്തിന് മുന്നേ എടുക്കുന്ന ഇൻസുലിൻ ഉണ്ട്, അത് പലപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് വരിക. 30-70 എന്ന് പ്രീമിക്സ്ഡ് തന്നെ പറയാം. അതുപോലെ നമ്മൾ രാത്രി ചിലപ്പോൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ എടുക്കുന്ന ഇൻസുലിൻ ഉണ്ട്, അത് ലോങ് ആക്ടിങ് ഇൻസുലിൻ, 24 മണിക്കൂർ അതിൻ്റെ ആക്ഷൻ വരാം. ഈ ലോങ് ആക്ടിങ് ഇൻസുലിൻ വലിയ കുഴപ്പമുണ്ടാവാറില്ല, അതിന് വലിയ പീക്ക് വരില്ല നമ്മുടെ ബ്ലഡ് ലെവലിൽ. അതാകുമ്പോൾ പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറില്ല. പക്ഷേ ഈ പ്രീമിക്സ്ഡ് ഇൻസുലിൻ അല്ലെങ്കിൽ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഇൻസുലിൻ ഉണ്ട്, അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ വലിയ പീക്ക് വരും. അത് ഭക്ഷണത്തിന് ശേഷമുള്ള പീക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറ്. പക്ഷേ അത് ഷുഗർ ഡൗൺ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അധികം ആളുകൾക്ക് നമ്മൾ ഡോസ് വൈകുന്നേരം കുറച്ച് ഡോസ് കൂടിയിട്ട് കൊടുക്കും, രാവിലെ ഡോസ് കുറഞ്ഞിട്ടാണ് എഴുതി കൊടുക്കുക. നോർമലായിട്ട് എടുക്കുന്നതിന് അനുസരിച്ച് ഓരോ പേഷ്യൻസിനനുസരിച്ച് ചില ആളുകൾ അത്താഴം കഴിക്കാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ അത്താഴത്തിന് ജസ്റ്റ് ഒരു ഫ്രൂട്ട് മാത്രം കഴിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഭക്ഷണ രീതി അനുസരിച്ച് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അത് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നിർബന്ധമായിട്ടും പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങി വെക്കാം. അത് നമ്മൾ പിശുക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാരണം അത് ഒരു പക്ഷേ ജീവൻ വരെ രക്ഷിച്ചേക്കാം നമുക്ക്, പ്രത്യേകിച്ച് ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളുകൾ. പിന്നെയുള്ളത് രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, BP എന്നൊക്കെ പറയുന്ന അസുഖം. അത് വലിയൊരു കുഴപ്പമുള്ള സംഭവമല്ല. BP ഉള്ള ആളുകൾ, ഹൈപ്പർ ടെൻഷനുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് നോമ്പെടുക്കാം, വലിയ കുഴപ്പമില്ല. ടാബ്ലറ്റ്സിലും വലിയൊരു മാറ്റം വരുത്തേണ്ടതില്ല. പക്ഷേ ചില ഗ്രൂപ്പ്, അതായത് നമ്മൾ ഡയൂററ്റിക് ഗ്രൂപ്പ് ഉണ്ട്, ഈ ഹൈപ്പർ ടെൻഷൻ ഉപയോഗിക്കുന്ന ഡയൂററ്റിക് എന്ന് പറയുന്ന മരുന്നുകളുണ്ട്, ശരീരത്തിൽ നിന്ന് നീര് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്ന മരുന്ന്. അങ്ങനെയാണ് BP കുറക്കുക, അതിൻ്റെ മെക്കാനിസം അങ്ങനെയാണ്. അങ്ങനത്തെ ആളുകൾ കഴിവതും ഒന്നുകിൽ ആ മരുന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഡയൂററ്റിക് അല്ലാത്ത ഗണത്തിൽപ്പെടുന്ന മരുന്നിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അത് നോമ്പ് തുറന്ന ഉടനെ കഴിക്കുകയായിരിക്കും ബെറ്റർ. കാരണം ഈ ഡയൂററ്റിക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മൂത്രമൊഴിച്ച് പോകും, നമുക്ക് ദാഹം അനുഭവപ്പെടും, വെള്ളം കുടിക്കേണ്ടി വരും. അത് പകൽ സമയത്താവുമ്പോൾ നല്ല ഡീഹൈഡ്രേഷൻ സംഭവിക്കാനും അത് നമുക്ക് പ്രധാനപ്പെട്ട ചില അവയവങ്ങളെ, കിഡ്നീനെയൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ മരുന്ന് കഴിക്കുന്നവർ മാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ
അത് ഈ രാത്രി നമ്മൾ പലപ്പോഴും മരുന്ന് കൊടുക്കാറില്ല. ഈ മരുന്ന് അധികം ആളുകളും കഴിക്കേണ്ടത് രാവിലെ കഴിക്കുക. കാരണം രാത്രി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേക്കേണ്ടി വരും. ആളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്നതുകൊണ്ട് ഈ മരുന്ന് സ്ഥിരമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മോർണിംഗിലാണ്. രാത്രി നമ്മൾ കൊടുക്കാത്തൊരു മരുന്നാണത്. അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സങ്കീർണതകളുണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ജീവിതശൈലിയുടെ കോംപ്ലിക്കേഷൻ, പിന്നെ കിഡ്നിക്ക്, ഹാർട്ടിന്, തലച്ചോറിനൊക്കെ ഉണ്ടാകുന്ന അതും കൂടെ ഒന്ന് പരാമർശിക്കണമെന്ന് തോന്നുന്നു. അതെ, അതിൻ്റെ സങ്കീർണതകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമായി മാറി. കാരണം ഓൾറെഡി ഒരു അണ്ടർലൈങ് ജീവിതശൈലി രോഗം ഉണ്ട്, പ്ലസ് അതിൻ്റെ കോംപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. ഇങ്ങനത്തെ ആളുകൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. അതിൽ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് കണ്ടുവരുന്നത് ഒന്ന് ഹൃദയ സംബന്ധമായിട്ടുള്ള കോംപ്ലിക്കേഷൻസാണ്. ഒന്ന് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്ന, ഹൃദയാഘാതം എന്ന് വിളിക്കുന്ന ആ അസുഖം. അത് ആണ് ഏറ്റവും വലിയൊരു ഒരു പക്ഷേ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണത്. ഇത് വളരെ റീസെൻ്റ് ആയിട്ട് അറ്റാക്ക് വന്ന ആളുകൾ, അതായത് ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസത്തിനുള്ള അറ്റാക്ക് വന്ന ആളുകൾ ഒരിക്കലും നോമ്പെടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ അടുത്ത 2-3 മാസത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഈ അറ്റാക്ക് വന്നൊരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 2-3 മന്ത്സിലായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യത. മാത്രമല്ല ഒരുപാട് മരുന്നുകളുണ്ടാവും ഈ സമയത്ത്. പിന്നെ നമ്മൾ നെഞ്ചുവേദന വരാണ്ടിരിക്കാനുള്ള മരുന്നുകൾ, രക്ത ലൂസാവുള്ള മരുന്നുകൾ, അങ്ങനെ കുറേ മരുന്നുകളുണ്ടാവും. ഹാർട്ടിന് ലോഡ് കുറക്കാനുള്ള മരുന്നുകൾ. ഇതെല്ലാം നമ്മൾ പല ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അത് ചിലപ്പോൾ നമുക്ക് നിർത്താനോ മാറ്റാനോ പറ്റാത്ത മരുന്നുകളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ആയിട്ടുള്ള അതായത് അറ്റാക്ക് കഴിഞ്ഞ ഉടനെയുള്ള കുറച്ച് കാലഘട്ടത്തിൽ കഴിയുന്നതും നോമ്പെടുക്കാണ്ടിരിക്കുന്നത് നല്ലത്. പക്ഷേ കുറേ നാളുകൾ കഴിഞ്ഞ്, അതായത് കഴിഞ്ഞ വർഷം ഒരു 5-6 വർഷം മുന്നേ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായി അറ്റാക്ക് വന്നിട്ട് അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുഴപ്പം ഉണ്ടാവാറില്ല. പക്ഷെ എന്നാൽ പോലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നോമ്പെടുക്കാൻ പാടുള്ളൂ. പിന്നെ ഹൃദയ സംബന്ധമായിട്ട് വരുന്ന മറ്റൊരു അസുഖമാണ് ഹാർട്ട് ഫെയിലിയർ. അതായത് ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു പോകുന്ന സാഹചര്യം. ഇങ്ങനത്തെ ആളുകളൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് അധിക പേർക്കും വെള്ളത്തിൻ്റെ നിയന്ത്രണം വളരെ പ്രധാനമാണ്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ശ്വാസം മുട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഹാർട്ടിന് ലോഡ് താങ്ങില്ല. ഈ ഹാർട്ടിന് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വെള്ളത്തിന് നിയന്ത്രണം ഉണ്ടാവും. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൽ നീര് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകളുണ്ടാവും. ഇതിൽ മൈൽഡായിട്ടുള്ള ഹാർട്ട് ഫെയിലിയർ, ഇതിന് കുറേ സ്റ്റേജസ് ഉണ്ട്. അത് മൈൽഡായിട്ടുള്ള ഹാർട്ട് ഫെയിലിയർ ഒന്നും വലിയ കുഴപ്പമുണ്ടാവാറില്ല. നോമ്പിന് വലിയ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ചില ഹാർട്ട് ഫെയിലിയർ ഉണ്ട്, അതായത് പമ്പിങ് കുഴപ്പമില്ലാത്ത ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും അതിന്. അതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ സിവിയർ ആയിട്ടുള്ള ഹാർട്ട് ഫെയിലിയർ, അതായത് ഹാർട്ടിൻ്റെ പമ്പിങ് ഒരു 35% താഴെ ഉള്ള ആളുകളുണ്ട്. ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നീരിൻ്റെ മരുന്ന് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും എല്ലാം കൊടുക്കും. മാത്രമല്ല വെള്ളത്തിനുള്ള വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. വെള്ളം ഒന്ന് കൂടാനോ കുറയാനോ പാടില്ല. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാണ്ടിരിക്കുന്നതാണ് ഉത്തമം. പിന്നീട് വരുന്നത് നമ്മുടെ ഈ കിഡ്നിയാണ് വേറൊരു കോംപ്ലിക്കേഷൻസ് ജീവിതശൈലി രോഗത്തിൻ്റെ. കിഡ്നി പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. അതായത് വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കിഡ്നിക്ക് ലോഡ് കൂടും, വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിക്ക് ഡാമേജ് വരികയും ചെയ്യും. അപ്പോൾ അവർക്ക് നമ്മൾ പലപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് ടു മെയിൻറ്റെയിൻ ഒരു ഫ്ലൂയിഡ് ഇൻടേക്ക് ഒരു 1 to 1.5 അല്ലെങ്കിൽ 1.2 to 1.5 ലിറ്റർ. അതായത് ഒരു ദിവസം ഒരു വളരെ നാരോ റേഞ്ചിൽ, അത് കുറയാനും പാടില്ല കൂടാനും പാടില്ല എന്നുള്ള നിലയ്ക്ക് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് എഴുതി കൊടുക്കാറുണ്ട്, കുടിക്കുന്ന വെള്ളത്തിൻ്റെ. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വെള്ളം ഒരുമിച്ച് പെട്ടെന്ന് കുടിക്കാനും പറ്റില്ല. സ്പ്ലിറ്റായി ഇങ്ങനെ പല സമയത്തായിട്ട് കുടിക്കുകയാണ് ചെയ്യുക. ഇങ്ങനത്തെ ആളുകൾ അത് ഏർലി സ്റ്റേജസിൽ കുഴപ്പമില്ല കേട്ടോ. കിഡ്നി പേഷ്യൻസ് ആണെങ്കിലും 5 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, 2 ഒക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, അത്യാവശ്യം മൂത്രം നല്ലപോലെ പോകുന്നുണ്ട്. ജസ്റ്റ് ഒരു ക്രിയാറ്റിൻ കൂടുതൽ യാദൃശ്ചികമായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടു, വേറെ ലക്ഷണങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ ആളുകളിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ അഡ്വാൻസ് സ്റ്റേജസ്, നീരിൻ്റെ മരുന്ന് കഴിക്കുന്ന ആളുകൾ, ഡയാലിസിസ് രോഗികൾ വളരെ ശ്രദ്ധിച്ച് മാത്രം നോമ്പെടുക്കുക. ഡോക്ടർ നിർദ്ദേശം പ്രകാരം മാത്രം നോമ്പെടുക്കുക. ഡയാലിസിസ് പേഷ്യൻസ് കഴിയുന്നത് ഒഴിവാക്കുന്നതിനാണ് ഉത്തമം. അതുപോലെ തന്നെ ഡോക്ടർ ബാസിമ, എനിക്കൊരു ഇതുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഗർഭകാലത്തിന് ശേഷം ഈ മുലയൂട്ടൽ കാലവും ഭയങ്കര പ്രധാനമാണല്ലോ. ആളുകൾ ഈ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെ ആവശ്യത്തിന് അളവിൽ മുലപ്പാൽ കിട്ടില്ല എന്നൊക്കെ ഇഷ്യൂസ് വരും. സ്ത്രീകളാണെങ്കിൽ ഗർഭകാലത്ത് തന്നെ ചിലപ്പം ഒരു നോമ്പ് ഒഴിവാക്കിയതിൻ്റെ അല്ല അതിൻ്റെ മുമ്പത്തെ ഒഴിവാക്കിയതിൻ്റെ ഒരു വിഷമത്തിലായിരിക്കുകയും ചെയ്യും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് നമുക്ക് എന്തോ ഉപദേശം കൊടുക്കാൻ പറ്റുക? മുലക്കുടി കാലം എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്. അതായത് ആദ്യത്തെ 6 മാസം പാല് മാത്രം കൊടുക്കുന്ന കുട്ടികൾക്ക് വേറെ ഭക്ഷണമൊന്നും കൊടുക്കാത്തൊരു കാലം. അത് കഴിഞ്ഞിട്ട് കോംപ്ലിമെൻ്ററി ഫീഡ്സ്, അതായത് നമ്മൾ മുത്താരിയും മറ്റ് ഭക്ഷണങ്ങളൊക്കെ ചെറുതായിട്ട് കൊടുത്തു തുടങ്ങുന്ന കാലം. അപ്പോൾ ഈ കുട്ടിക്ക് മറ്റ് ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങുന്ന കാലത്തെക്കുറിച്ച് ആ ഒരു സമയത്ത് നോമ്പെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർക്കോ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അത് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയില്ല. അതേസമയം മുലപ്പാൽ മാത്രം കൊടുക്കുന്ന ഒരു ആദ്യത്തെ 6 മാസം, ആ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ഉത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ആളുകളെ അനുസരിച്ചിട്ടും
വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആളുകൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക് നോമ്പ് തുറന്നാൽ നന്നായി ഭക്ഷണം കഴിക്കാനും അതിനനുസരിച്ച് എല്ലാ അതായത് ഫലപ്രദമായ ഭക്ഷണങ്ങൾ പോഷകാഹാരമൊക്കെ ഉൾപ്പെടുത്തി കഴിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അവർക്ക് കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നതിന് ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മുതൽ 6 മാസം വരെയുള്ള പീരീഡിൽ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഫസ്റ്റ് 3 മന്ത്സ് കുട്ടി മുഴുവനായിട്ടും ഈ മുലപ്പാലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ വെയിറ്റ് ഗെയിനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നോമ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇളവ് നൽകിയത്. അതേസമയം 3 മുതൽ 6 മാസം വരെയുള്ള കാലയളവിൽ കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നതിൻ്റെ കൂടെ നന്നായി ഭക്ഷണം കഴിക്കാനും നോമ്പ് തുറന്നാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നോമ്പ് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. അതേസമയം ഈ നോമ്പെടുക്കുമ്പോൾ നമ്മൾ കുട്ടിക്ക് പാല് തികയുന്നില്ല, കുട്ടിക്ക് മൂത്രത്തിൻ്റെ അളവ് കുറവാണ്, അല്ലെങ്കിൽ കുട്ടി തുടർച്ചയായിട്ട് കരച്ചിലാണ്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഉമ്മമാരാണെങ്കിൽ നോമ്പ് ഒഴിവാക്കുന്നതാണ് ഉത്തമം. അത് ഓരോ ആളുകൾക്കും വ്യത്യാസപ്പെട്ടിരിക്കും. അതിപ്പം കുട്ടികളുടെ ഡോക്ടറെ കാണിക്കുകയും അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവർ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. എൻ്റെ കൂടെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ എന്തെങ്കിലും ഈ സ്ത്രീരോഗവുമായി ബന്ധപ്പെട്ട് സർജറി കഴിഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർ എത്ര ടൈം ഇത് വെയിറ്റ് ചെയ്യേണ്ടി വരും? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻഡിവിജ്വലായിട്ട് പറയാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ സർജറി കഴിഞ്ഞ് ഇനീഷ്യൽ നമ്മളൊരു സർജറി റിക്കവറി പീരീഡ് എന്ന് പറയുന്ന 1 മാസം അല്ലെങ്കിൽ 6 ആഴ്ച. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നോർമൽ ആളുകളെ പോലെ തന്നെയാണ്. പക്ഷേ നമ്മളെ നാട്ടിൽ സാധാരണ ഒരു മേജർ ഹിസ്റ്ററക്ടമി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രസവം കഴിഞ്ഞ പോലെ തന്നെ ഒരു 3 മാസം 6 മാസമൊക്കെ അവർക്ക് ഭയങ്കര റെസ്റ്റും എല്ലാ ഭക്ഷണമൊക്കെ അത് അതിനനുസരിച്ച് കുറേ പ്രസവം കഴിഞ്ഞ പോലെ തന്നെ കുറേ മരുന്നുകളും കുറേ നെയ്യും അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും. യഥാർത്ഥത്തിൽ സർജറി കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നോർമൽ അവർക്ക് ആ ഒരു ഇനീഷ്യൽ സർജിക്കൽ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോ നോമ്പെടുക്കുന്നതിനോ ഒന്നും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊരു വലിയ വിഷയമായിട്ടാണ് കാണാറുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തോന്നുന്നു നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ നോമ്പിൻ്റെ മറ്റ് സംഗതികളുണ്ടല്ലോ, ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ നമ്മൾ കൂട്ടും. പിന്നെ കുറേ കൂടെ ആളുകൾ ഒരു പ്രത്യേക അച്ചടക്കത്തിലേക്കൊക്കെ വരും, മാനസികമായിട്ടും കുറേ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ. അതൊരു മാനസിക സൗഖ്യവും കൂടി ഒരുപാട് നൽകുന്നുണ്ട്. മാനസികാരോഗ്യത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ആളുകൾ നോമ്പ് റമദാനിൽ വരുമെന്നറിയാമെങ്കിലും ആ ഒരു മാസത്തേക്കൊന്നും മുൻകൂട്ടി കാണുകയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആളുകൾ ശാരീരികമായും ഈ ഒരു ശീലത്തിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഭക്ഷണശീലത്തിന് ആരോഗ്യകരമാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് തോന്നുന്നില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അത് പലപ്പോഴും നമ്മളും അത് പലപ്പോഴും പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമെങ്കിൽ പോലും നടക്കാറില്ല. തിരക്കോട് നോമ്പ് എത്തുമ്പോൾ പിന്നെ അതുപോലെ ഉണ്ടായി പോവുകയാണ് ചെയ്യാറ്. പക്ഷേ അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. പല ആളുകൾക്കും നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസമൊക്കെ ആദ്യത്തെ കുറച്ച് നല്ല തലവേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട്. അത് ആ ശീലം ഇല്ലാത്തതുകൊണ്ട്, ശരീരം അതിനോട് പാകപ്പെടാത്തതുകൊണ്ടാണ്. പലപ്പോഴും കുടിക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് നിർത്തുമ്പോഴുള്ള ബുദ്ധിമുട്ട് വളരെ കോമൺ ആണ്. നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചായ കാപ്പി സ്ഥിരമായിട്ട് വൈകുന്നേരം 4 മണി സമയത്ത് കഴിക്കുന്ന ആളുകളുണ്ടാവും. രാവിലെ സ്ഥിരമായിട്ട് ചായ കുടിച്ച് ശീലിച്ച ആളുകളുണ്ടാവും. അതൊരു അഡിക്ഷനാണ് ശരിക്കും. അത് കിട്ടാണ്ടാവുമ്പോൾ അതിൻ്റെ വിഡ്രോവൽ സിംറ്റംസ്, അത് കിട്ടാത്ത ലക്ഷണങ്ങൾ ശരീരം കാണിക്കും. അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിർജ്ജലീകരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അപ്പോൾ ശരീരത്തിന് അതിനോടൊന്ന് പാകപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കുന്ന എപ്പം ഉപകാരപ്പെടും. അത് ഇസ്ലാമിൽ തന്നെ അതിന് നിയമങ്ങളുണ്ട്. നമുക്ക് ഷഅബാൻ മാസത്തിലൊക്കെ കൂടുതലായിട്ട് നോമ്പെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രമീകരിക്കാം. അപ്പോൾ അധികം ആളുകളും നമ്മൾ പകൽ സമയത്ത് ചിലപ്പോൾ വൈകുന്നേരം ചായ കുടിക്കും, 10 മണിക്കോ ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഇടയിലുള്ള സ്നാക്കിംഗ് എല്ലാം ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ വിശപ്പ് അറിയുന്ന രൂപത്തിൽ പകൽ തന്നെ ഒരു 5-6 മണിക്കൂർ ഭക്ഷണത്തിനിടയിൽ ഗ്യാപ്പുകളൊക്കെ വരുമ്പോൾ തന്നെ നമ്മളതിനോട് പാകപ്പെട്ട് തുടങ്ങും. ഉച്ചഭക്ഷണം നമ്മൾ ഹെവി ആയിട്ട് കഴിക്കുന്ന ആളുകൾ അധികം മലയാളികൾ, ചോറ് നല്ല കലോറിയുള്ള ഭക്ഷണം അധികം ആളുകളും കഴിക്കുക. ഉച്ചഭക്ഷണത്തിന് അതിനു വേണ്ടി ശരീരം ഇത് ഇത്രയും വലിയൊരു സാധനം വരുമ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കും എല്ലാ ദിവസവും. അതിന് വേണ്ടിയിട്ടുള്ള ആസിഡ് റിലീസും കാര്യങ്ങളെല്ലാം ശരീരം ആ ഒരു പാകപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉച്ചഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരാം. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നേരത്തെ കഴിക്കാം, എന്നിട്ട് ഉച്ചക്കത്തെ ക്വാണ്ടിറ്റി കുറയ്ക്കാം, വൈകുന്നേരം സ്നാക്ക് ഒഴിവാക്കാം. അങ്ങനെ അപ്പോൾ നമ്മൾ പകൽ സമയത്ത് കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാത്ത പോലെ നമുക്ക് ഉച്ചക്കുള്ള ചെറിയൊരു ചെറിയൊരു ഭക്ഷണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ശരീരം കുറച്ചും കൂടെ അതിനോട് പാകപ്പെടും. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നോമ്പിന് വരുന്നൊരു സംഭവമാണ് നിർജ്ജലീകരണം, പ്രത്യേകിച്ച് ചൂടുകാലമാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുറച്ച് കൂടുതലായിട്ട് വെള്ളം കുടിക്കാം. ചില ആളുകൾ പറയാറുണ്ട് ഒരു സാധാരണ 2 ലിറ്റർ കുടിക്കുന്ന ആൾ നോമ്പ് തുടങ്ങുന്ന ഒരാഴ്ച മുന്നേ വേണ്ടി ഒരു 3 ലിറ്റർ കുടിച്ചു തുടങ്ങാം. അത് കാരണം നോമ്പിൻ്റെ ആദ്യത്തെ ഒരാഴ്ച ആ ഒരു പെട്ടെന്നുള്ള ഷിഫ്റ്റ് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് പറയാറുണ്ട്.
ഇതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഒരുപാട് ശരീരം അതിനോട് മാറ്റം പാകപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ പൊതുസമൂഹം അങ്ങനല്ല. നോമ്പിന് തൊട്ട് മുമ്പ് ഒരുപാട് ഫംഗ്ഷനുകളും നോമ്പ് കഴിഞ്ഞ ഉടനെ ഫംഗ്ഷനുകളും പ്രിപ്പയർ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മുടെ ഒരു നോമ്പ് ഒരു ഭക്ഷണ ആധിക്യത്തിൻ്റെ കാലം കൂടിയാണ്. പുതിയ പൊരികളും പുതിയ പരീക്ഷണങ്ങളും ഒക്കെ നാട്ടിൽ വന്നു തുടങ്ങുന്ന, കൂടുതൽ നമ്മൾ അത്ര ആരോഗ്യകരമല്ലാത്ത ഈ വറുത്ത ഭക്ഷണങ്ങളൊക്കെ ധാരാളമായി കഴിക്കുന്നൊരു കാലം. ആളുകൾ പറയും ഞാൻ ഈ നോമ്പിന് ഫ്രൂട്ട്സ് മാത്രമൊക്കെ ആണ്, പക്ഷേ പൊതുവേ അങ്ങനെ വരാറില്ല. പിന്നെ നോമ്പ് തുറ പരിപാടികളിലൊക്കെ തന്നെ ധാരാളമായി ഇത്തരം ഭക്ഷണങ്ങളുണ്ടാകും. എനിക്ക് തോന്നുന്നു നോമ്പ് നമ്മൾ ആത്മീയമായ സംസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ നോമ്പ് ഈ പറഞ്ഞ പോലെ ആരോഗ്യ ഭക്ഷണ കാര്യത്തിലുള്ളൊരു സംസ്കരണം കൂടെ ആവശ്യപ്പെടുന്നുണ്ട് നമ്മളോട്. നമുക്ക് റസൂൽ പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ അളവ്, രീതികൾ അമിതമായി കഴിക്കരുത്. ഭക്ഷണം ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ദുശ്ശീലങ്ങൾ പോലെ തന്നെയുള്ള ഒരു അപകടകരമായ സാധനം തന്നെയാണ്. ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതും അതാണ്. അപ്പോൾ ആളുകൾക്ക് ഈ ഇത്തരം ഒരു കൺസെപ്റ്റ് ഇല്ല മനസ്സിൽ. ഈ കൃത്യമായ രീതിയിൽ അളവിലാണ് ഇത് ചെല്ലേണ്ടത്. അന്നജം ഇത്ര വേണം, കൊഴുപ്പ് ഇത്ര വേണം, ഇത്ര പ്രോട്ടീനാണ് വേണ്ടത്. വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ സാധനങ്ങളായ പ്രോട്ടീന്, വൈറ്റമിൻ, നാരുകൾ, ഇലക്കറികൾ, പച്ചക്കറി ഇതൊന്നും നമ്മളെ ഭക്ഷണത്തിൽ അധികം ചെല്ലൂല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് പൊതുവേ അന്നജം, കുറേ ചോറ്, അതുമായി ബന്ധപ്പെട്ട ഭക്ഷണമാണ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ആരോഗ്യദായകമായ ഒരു ഭക്ഷണശീലത്തിലേക്ക് ആളുകൾ പോകാൻ വേണ്ടി നോമ്പിന് ഉപയോഗപ്പെടുത്തുകയും കൂടെ വേണം. അത് നമ്മൾ ബാക്കി എല്ലാ സംസ്കരണത്തെ പറ്റി പറയുമ്പോഴും മാറ്റത്തെ പറ്റി പറയുമ്പോഴും ഒരു ഭക്ഷണശീലത്തിൽ ഇത്തരമുള്ളൊരു സംസ്കാരവും ഒരു സംസ്കരണം കൊണ്ടുവരേണ്ട ഒരു കാലം കൂടിയാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഈ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെത് നമ്മളൊരു 12 മുതൽ 15 കപ്പ് വെള്ളം വരെ നിർബന്ധമായിട്ട് കുടിക്കേണ്ടതുണ്ട്. സാധാരണ ആളുകൾ നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് കുടിച്ച് പോവുക ചെയ്യുക, പിന്നീടുള്ള കുടി കുറയും. അത് മാറ്റിയിട്ട് വെള്ളം എനിക്ക് തോന്നുന്നു ഇടവിട്ട് കുടിക്കുന്നൊരു ശീലത്തിലേക്ക് മാറ്റുക. നമ്മൾ വീട്ടിലും പിന്നെ നമ്മൾ പള്ളികളിലേക്കൊക്കെ പോകുന്നിടത്തൊക്കെ വെള്ളം കാണുന്ന രീതിയിൽ ആൾക്കാർക്ക് സജ്ജീകരിക്കുക, ഒരു സൗകര്യത്തിൽ കുടിക്കാൻ പറ്റുക. അപ്പോൾ ഇടവിട്ട് അത് കുടിക്കുമ്പോൾ കുറച്ചുകൂടെ കുടിക്കും. ഇല്ലെങ്കിൽ 2 ഗ്ലാസ് കുടിക്കുമ്പോൾ വയറ് നിറയുന്നു, പിന്നെ അതിലേക്ക് പോവില്ല. അതുപോലെ തന്നെ റെഗുലറായിട്ട് വ്യായാമങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്. ഒരു ഷോർട്ട് എക്സസൈസ് ഈ നോമ്പിനും അത് ഒഴിവാക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലതായിരിക്കും. അത് കുറച്ചും കൂടെ വൈകുന്നേരത്തേക്ക് മാറ്റുക. അതായത് നമ്മൾ നോമ്പ് തുറക്കണതിൻ്റെ തൊട്ട് മുമ്പത്തുള്ള രാവിലെ തന്നെ ആ എനർജി ഫുൾ എക്സ്പെൻഡിച്ചർ വരാതിരിക്കുന്ന രീതിയിലേക്ക് എക്സസൈസ് മാറ്റുക. അതാണ്. പിന്നെ ഹെവി എക്സസൈസ്, ജിമ്മ് അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഇതാണ് നോമ്പിന് ശ്രദ്ധിക്കുക. ജിമ്മിൽ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുറച്ചിട്ട് ആ സമയത്ത് ഈ ഒരു ഒതുക്കത്തിലേക്ക് അത് പോകുന്നതായിരിക്കും നന്നാവുന്നത്. അതുപോലെ തന്നെയാണ് ഉറക്കം. ഉറക്കൊരു പ്രശ്നമാണ്. കാരണം ഈ ഇബാദത്തിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെടുന്നതുണ്ട്, പിന്നെ അല്ലാതെ തന്നെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം ഉറക്കത്തെ? ഇബാദത്ത് മാത്രമല്ല, കുറേ നോമ്പ് തുറകൾ കാരണം ഉറക്കം നഷ്ടപ്പെടുന്നത് ഒരുപാടുണ്ട്. അപ്പോൾ ഉറക്കത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉറക്കൊരു ശരീരത്തിൻ്റെ ഒരു വിശ്രമമാണല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ഒരു ശരീരത്തിനും മനസ്സിനും ഒരു വിശ്രമം കൊടുക്കണം. അതാണ് ഉറക്കം. ഉറക്കം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവുമെന്ന് അറിയാത്ത ആരുമില്ല. നമുക്കറിയാം, പലപ്പോഴും ആളുകൾക്ക് അറിയാം ഒരു ഉറക്കത്തിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണമെന്നൊക്കെ. പൊതുസമൂഹം അങ്ങനെ അറിയാത്ത ആരുമില്ല ശരിക്കും. 6 hours സ്ലീപ്പ്, മിനിമം 6 തൊട്ട് 8 മണിക്കൂർ വരെ ഉറക്കം വേണം. നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി തറാവിഹി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 10:30 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ച് കിടക്കുമ്പോൾ 11, 11:30. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലർ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ 3 മണി 4 മണിക്ക് എഴുന്നേക്കും. പിന്നെ അത്താഴം കഴിക്കും, നോമ്പ് പള്ളിയിൽ പോകും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒറ്റ ഉറക്കാം. ചിലർ 9 മണി വരെ ഒറ്റ ഉറക്കമായിരിക്കും. അപ്പോൾ 9-10 വരെ. ഇത് തീരെ ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ഇതല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോമ്പ് ഭക്ഷണം കഴിച്ച ഉടനെയുള്ള ഉറക്കങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുന്ന എപ്പോഴും ബെറ്റർ. അപ്പോൾ അധികം ആളുകളും ഈ രാത്രിയുള്ള പ്രധാനപ്പെട്ട മീല് കഴിക്കുന്നത് രാത്രി നിസ്കാരം കഴിഞ്ഞ് വന്ന് 10 മണിക്ക് കഴിക്കുക. അത് ഭക്ഷണം കഴിച്ച ഉടനെ ഒന്ന് കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ അത്താഴം കഴിഞ്ഞിട്ട് വീണ്ടും കിടക്കും. 2 മേജറായിട്ടുള്ള ഉറക്കം വരുന്നത് അത്യാവശ്യം നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ്. അത് തീരെ ഗുണം ചെയ്യില്ല ഒരിക്കലും. ഇതിൻ്റെ ഉറക്കം പലരും ഈ പകൽ സമയത്ത് അത് കോമ്പൻസേറ്റ് ചെയ്യും. ശരിക്കും അതുകൊണ്ട് വലിയൊരു ഗുണമില്ല. ഈ ഉറക്കത്തിൻ്റെ ക്വാണ്ടിറ്റി, നമ്മൾ ആ മണിക്കൂർ പറയുന്ന പോലെ തന്നെ വളരെ പ്രധാന ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. ആ ക്വാളിറ്റി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഉറക്കം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒറ്റ സ്ട്രെച്ച് ഒരു ഉറക്കമല്ല ശരിക്കും. അതിൻ്റെ ഒരു ഫിസിയോളജി ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയാതെ. ആ ഒരു ഫിസിയോളജി അത് ഉറക്കത്തിൽ പല സ്റ്റേജുകളുണ്ട്, 3-4 സ്റ്റേജുകൾ. അതായത് ഒരു REM സ്ലീപ്പ്, NREM സ്ലീപ്പ്, 3 NREM സ്ലീപ്പുകൾ, സ്റ്റേജ് 1, 2, 3. നമ്മളൊരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ സ്റ്റേജുകളിലൂടെ ഒരു 4-5 തവണ സൈക്കിൾ പോലെ കറങ്ങിയിട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക.
ഒരു സ്റ്റേജിൽ നിന്ന് താഴേക്ക് വന്നിട്ട് പിന്നെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തും. ഈ ഒരു സൈക്കിൾ 4-5 തവണ കഴിയും രാവിലെ ആകുമ്പോഴേക്കും. അതാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാ സ്റ്റേജിലൂടെയും കടന്നു പോകും. അതിനാണ് ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുക. പക്ഷേ നോമ്പിൻ്റെ സമയത്ത് സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റഡ് ആവും. അതായത് ബ്രേക്ക് വരും, പല ബ്രേക്ക് വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പലപ്പോഴും പകലാണ് ഉറങ്ങുക. ഇങ്ങനെ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പലപ്പോഴും ഈ സൈക്കിൾ കൃത്യമായിട്ട് നടന്നോളന്നില്ല. ഇടയ്ക്ക് ബ്രേക്ക് വരുമ്പോൾ പിന്നെയും ഫസ്റ്റ് നിന്ന് തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ എല്ലാ സ്റ്റേജസിലും എത്തില്ല. ഇങ്ങനെ ആകുമ്പോൾ പകൽ സമയത്ത് നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം, ഉറങ്ങിയതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊള്ളുന്നില്ല. ഇതിന് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു ഷെഡ്യൂൾ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നോമ്പ് തുറക്കുമ്പോൾ ലൈറ്റായിട്ടുള്ള ഫ്രൂട്ട്സും ഇതും വെച്ചിട്ട് നോമ്പ് തുറന്നിട്ട് നമുക്ക് മഗ്‌രിബ് നമസ്കരിച്ച് വന്നിട്ട് പിന്നെ ആ സമയത്ത് മഗ്‌രിബിൻ്റെയും ഇശാ നമസ്കാരത്തിൻ്റെ ഇടയിൽ മേജറായിട്ടുള്ള മീൽ കഴിക്കാം. അതാണ് ഏറ്റവും ഉത്തമം. കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. കാരണം നോമ്പ് തുറക്കുമ്പോഴേ കുറച്ച് ഹെവി ആയി കഴിക്കുമ്പോൾ വയറ് കാലിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ വലിയ സന്തോഷം ഉണ്ടാവില്ല. കുറച്ചും കൂടെ വിശന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് രാത്രി കഴിക്കും. അത് ശരിക്കും തീരെ നല്ലതല്ല. മാത്രമല്ല നല്ല സ്ലീപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം വയറ് നിറച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്ലീപ്പ് കിട്ടില്ല എന്നാണ്. നമുക്ക് ചിലപ്പോൾ നെഞ്ചരിച്ചിലുണ്ടാവാം, നമ്മൾ അറിയാണ്ട് തന്നെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്നുണ്ടാവും, പക്ഷേ അത് കൂർക്കം വലിയുടെ ഭാഗമായിട്ടും നെഞ്ചരിച്ചിലിൻ്റെ ഭാഗമായിട്ടും അത് ചെറിയ രൂപത്തിൽ ഡിസ്റ്റർബ്ഡ് ആയി പോകും. അപ്പോൾ മഗ്‌രിബിൻ്റെയും ഇശേൻ്റെ ഇടയിൽ നല്ലപോലെ ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് മേജർ മീൽ കഴിക്കുക. എന്നിട്ട് ഇശാ നമസ്കാരം തറാവി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വേണമെങ്കിൽ ഒരു ഫ്രൂട്ട്സോ ഒരു ജ്യൂസോ എന്തെങ്കിലും കുടിച്ചിട്ട് ലൈറ്റായിട്ട് പെട്ടെന്ന് ദഹിക്കാവുന്ന സാധനം കഴിച്ചിട്ട് വേണമെങ്കിൽ കിടക്കാം. അത് വളരെ ഉടനെ ഒരു 10-10:30 ആകുമ്പോഴേക്കും കിടക്കുക. എന്നിട്ട് 4 മണി വരെയുള്ളൊരു കണ്ടിന്യൂസ് 6 hours രാത്രി കിട്ടുന്ന രൂപത്തിൽ വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാവുമ്പോൾ നമുക്ക് ആ ഒരു നൈറ്റിൽ കിട്ടുന്നതിന് പകരം പകൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്ന ഒരിക്കലും അതിന് പകരം ആവാറില്ല. അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കിട്ടാറില്ല, ശരീരത്തിന് ഗുണം ചെയ്യില്ല. അതാകുമ്പോൾ വേണമെങ്കിൽ സുബഹിക്ക് ശേഷം കുറച്ച് നേരം നടന്നൊക്കെ വന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം അതിന് ശേഷം കിടന്നാലും മതി, കിടക്കാൻ ആഗ്രഹമുള്ളവർ. അല്ലെങ്കിൽ ആ സമയത്ത് കിടത്ത് ഒഴിവാക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം സമയം കിട്ടുന്നവർ ആ സമയത്ത് കിടക്കാം. അതായിരിക്കും കുറച്ചും കൂടെ ആരോഗ്യപരമായിട്ടുള്ളൊരു സൈക്കിൾ. നമ്മൾ കുറച്ച് നേരം ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. ഒരു പ്രധാനപ്പെട്ട ഇൻഡിവിജ്വലായിട്ട് പറയാണ്ട് എല്ലാവർക്കും ഒന്നിച്ച് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ നമുക്കൊരു സമാപിപ്പിച്ച് പറയാനുള്ളത്, ഓരോ വ്യക്തിക്കും ഒരു അസുഖക്കാരനാണെങ്കിൽ അവർ നിർബന്ധമായും അവർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറായിട്ട് സമീപിച്ച് നേരത്തെ തന്നെ അതിന് മെഡിസിൻസും കാര്യങ്ങളും ഒരുങ്ങേണ്ടതുണ്ട്. ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവരും ആ ഡോക്ടറോട് സംസാരിച്ചിട്ട് അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എങ്ങനെ നോമ്പിനെ കൊണ്ടുപോകാൻ പറ്റുമല്ലേ, ഇളവാണോ എടുക്കേണ്ടത് അല്ല നോമ്പാണോ എടുക്കേണ്ടത് എന്നുള്ളതെന്ന് ശീലിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാരെ സംബന്ധിച്ചും അവരും ഈ രീതിയിലത് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ നോമ്പ് എന്നുള്ളത് ഈ റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള ബാക്കി 11 മാസം നോമ്പിനോടെതിരായ ഒരു ശീലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനൊരു ആത്മീയ സംസ്കരണത്തിൻ്റെ കൂടെ ആരോഗ്യദായകമായ ഒരു ഭക്ഷണ സംസ്കരണം കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക അല്ലേ? അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു നോമ്പ് ആ രൂപത്തിലാവട്ടെ. എല്ലാവർക്കും ഒരു നല്ല റമദാൻ ആശംസിച്ചുകൊണ്ട് ഈ രീതിയിലുള്ളൊരു നല്ല ആരോഗ്യദായകമായ റമദാൻ ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അസ്സലാമു അലൈക്കും.